ഹായ് കൂട്ടുകാരെ, നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നത് എന്താണെന്നറിയോ? ഇന്ന് രാവിലെ തന്നെ എനിക്ക് പാസ്പോർട്ട് ഓഫീസ് പോകേണ്ടതാണ്. 10 മണിക്കാണ് എൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പാസ്പോർട്ടും ആധാർ കാർഡും റേഷൻ കാർഡും പാൻ കാർഡും എല്ലാം വേണം. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നാളെ പോകാനുണ്ടെങ്കിൽ ഞാനത് തലേ ദിവസം എടുത്തു വയ്ക്കില്ല. പോവാൻ നേരത്ത് ഭയങ്കര ബഹളമാണേ. അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ തലേ ദിവസം ഇപ്പം എല്ലാം റെഡിയാക്കി വെക്കണ്ടേ, അതൊന്നും ഞാൻ ചെയ്യില്ല. നോക്കിയേ, എന്തൊരു സ്വഭാവദോഷമല്ലേ അതെല്ലാം. ഇന്നത്തെ കാര്യം പറയാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ റേഷൻ കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം കിട്ടി. പാസ്പോർട്ട് നോക്കിയിട്ട് കാണുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ അത് 10 മണിക്കാണ് എനിക്കവിടെ എത്തേണ്ടത്. എൻ്റെ ടൈം അവർ പറഞ്ഞ 10 മണിക്കാണ്. പാസ്പോർട്ട് കാണാണ്ട് എൻ്റെ കൈയും കാലും ഇങ്ങനെ വിറയ്ക്കുക. അയ്യോ, എന്താ ചെയ്യുന്നത്? നേരെ വേഗം, ഇനിയിപ്പോൾ മറന്നു പോയോ, ഞാൻ മാധ്യമത്തിൽ പ്രകാശേട്ടൻ്റെ അടുത്ത് പോയായിരുന്നു ഈ പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടി. അവിടെ എല്ലാം അവർ തന്നില്ലേ. പെട്ടെന്ന് എന്നെ പ്രകാശേട്ടനെ വിളിച്ചു. പ്രകാശേട്ടാ, ഞാൻ അവിടെ വന്നപ്പം പാസ്പോർട്ട് അവിടെ തന്നെ തിരിച്ച് തന്നായിരുന്നു. അപ്പം പറഞ്ഞു, അയ്യോ തന്നായിരുന്നല്ലോ പുഷ്പ, അതാ അപ്പം തന്നെ തിരിച്ചു തരുമല്ലോ. ഇവിടെ അപ്പോൾ പ്രകാശേട്ടൻ വീട്ടിൽ നിന്ന് പിന്നെ പ്രസിലേക്ക് പോവാൻ വണ്ടിയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ എത്തിയിരുന്നു നോക്കാം. അവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുഷ്പ ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ, അതുകൂടി കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അറ്റാക്ക് വരുന്ന ഒരു ഇതുപോലെ എനിക്ക് കയ്യും കാലും വിറയ്ക്കുക. പിന്നെ ഇവിടെ മുഴുവനും ഞാൻ പരതിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? അപ്പം പ്രാർത്ഥന പറഞ്ഞ, നീ ഒന്ന് കൂളായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ആലോചിക്ക്. നീ എവിടെയാണ് കൊണ്ടുവച്ചത്? അന്ന് ഇവിടെ വന്നതിന് ശേഷം ആ ബാഗ് നീ എവിടെ വെച്ചു? ആ ബാഗിൽ നിന്ന് നീ അത് എപ്പോഴും തിരിച്ചെടുത്തോ? അതൊക്കെ നിൻ്റെ മൈൻഡിലേക്ക് ഒന്ന് അവിടെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇരിക്കാനൊന്നും കഴിയുന്നില്ല. ഇതേമേ എനിക്ക് വയ്യ, പോയത് തന്നെ. എന്തൊക്കെയോ മനസ്സിൽ നമ്മളൊരു സാധനം കാണാണ്ടാകുമ്പോൾ നമുക്ക് 100 ചിന്തകളല്ലേ. ഈ ഒരു സത്യം പറഞ്ഞ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിറയൽ വരിക. കാരണം എനിക്ക് എന്തായാലും ഈ പാസ്പോർട്ട് കിട്ടിയേ മതിയാവും, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. ഈശ്വര, ഇത് എന്താണപ്പാന്ന് വിചാരിച്ചു. പിന്നെ സ്വസ്ഥമായി അവിടെ ഇരുന്ന് ഞാനന്ന് വരുമ്പം കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായി സംസാരിച്ചിരുന്നു. അവിടുന്ന് സാധനങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഞാനൊക്കെ വൃത്തിയാക്കി. ആരെയും വരുമ്പോൾ നമ്മൾ ടേബിൾ അലങ്കോലമായിരിക്കും, അതെല്ലാം വൃത്തിയാക്കൂല. അപ്പോൾ ബാഗൊക്കെ അവിടെ ഉണ്ട്, ഞാനൊക്കെ എടുത്ത് മാറ്റി വെച്ചു എന്നൊക്കെ അങ്ങനെ കുറേ ചിന്തിച്ചു. രക്ഷ ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ എന്തോ ദൈവം എന്നോട് എൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ, ദൈവമേ കൃഷ്ണ എന്നെ കാത്തോണേ. പിന്നെ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു, ഒന്നുകൂടി ഒരു ചെറിയൊരു ബാഗ്, അതെവിടെ പോയി ആ ബാഗ്? അപ്പോൾ ആ ബാഗ് ഒന്ന് തപ്പി നോക്കട്ടെ എന്ന്. ബാഗ് ഇപ്പോൾ എവിടെ കൊണ്ടുവച്ചൊന്നും അതും എനിക്കറിയില്ല. ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു ബാഗുണ്ട്. അതിനകത്തുണ്ട് കൊച്ചു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് സമാധാനമായി. അപ്പം തന്നെ ഞാൻ പ്രകാശേട്ടനെ വിളിച്ച് പറഞ്ഞു, പ്രകാശേട്ടാ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട്. ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാരണം ആ ഒരു സംഭവം ഇല്ലാതെ നമുക്ക് അവിടെ പോവാൻ വയ്യ. നമുക്ക് കിട്ടിയ ഡേറ്റ് ഇന്നാണ്, അതും 10 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ എന്താ പറയുക, കാര്യമായിട്ട് വേണ്ട സാധനം നമ്മളെ കയ്യിൽ വന്നിട്ടില്ല. അതിനു വേണ്ടി തിരഞ്ഞുകൊണ്ട് നടക്കുക, ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ എനിക്ക് തോന്നുന്നു അറ്റാക്ക് വന്നു ആ ക്ഷണം ഞാൻ ഇല്ലാതാവുമെന്നൊക്കെ. അത്രയും ടെൻഷൻ.
ഓഹ് എൻ്റെ ഈശ്വര, കിട്ടി, എന്തായാലും സംഭവം കിട്ടി. ഓ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം മറവി ഭയങ്കരമാണ്. എന്തെങ്കിലുമൊക്കെ എവിടെയും കൊണ്ടുവയ്ക്കും, കാര്യമായിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക. പക്ഷേ ആ സ്ഥലം നമുക്ക് ഓർമ്മയിൽ വരില്ല. അത് എടുക്കണ്ടേ, അത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കണ്ടേ. അന്നപ്പോൾ അത് എവിടെയാന്ന് നമുക്ക് കാണാൻ കഴിയില്ല, നമുക്കത് ഓർമ്മയിൽ വരികയില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ എവിടെ പോയി തിരഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ, തിരഞ്ഞ സ്ഥലത്ത് തന്നെ വീണ്ടും 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 തിരഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ വരാതിരിക്കില്ല മറവി. എന്തായാലും ഒരു 40-45 വയസ്സാകുമ്പോൾ തുടങ്ങും മറവി. ഓരോ നമ്മുടെ മെഷീൻസ് ഇങ്ങനെ പ്രവർത്തിക്കാതെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കൂലേ. ഹാ ഹാ ഹാ, വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടിയിട്ടോ. ഞാനും കൂടി, അപ്പോൾ എനിക്ക് മാത്രമല്ല എന്ന് എനിക്കൊന്ന് സമാധാനിക്കാമല്ലോ അല്ലേ. ഓക്കെ, ബൈ.